Dear students, welcome back to the chapter solution. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ സൊല്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ടേമുകളാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ രണ്ടാമത്തെ നമ്മുടെ ക്ലാസ്സിലെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലുള്ള ചില ഇൻടെക്സ്റ്റ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കോൺസെൻട്രേഷനായി ബന്ധപ്പെട്ട ഇൻടെക്സ്റ്റ് പ്രോബ്ലംസ്. അതിൽ ഒന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ടേം മാസ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ മാസ് പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. മാസ് പെർസെൻറ്റേജ്. ഓക്കെ, മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മാസ് പെർസെൻറ്റേജ് മേ ബി ഡിഫൈൻഡ് ആസ് മാസ് ഓഫ് one component in a solution divided by total mass of the solution into 100%. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഇൻഡെക്സിലെ 2.1 എന്ന് പറയുന്ന പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റ് മാസ് പെർസെൻറ്റേജ്. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് the mass percentage of a solution containing 22 gram of benzene C6H6 in 122 gram of carbon tetrachloride. This is a question. Very simple question. There are two components. One is benzene and second one is carbon tetrachloride. Therefore, you can calculate the mass percentage of two components, each components. That is, first one I am going to calculate mass percentage of benzene C6H6. That can be calculated by using the equation. We need to write the mass of the benzene at top, that is 22 gram divided by total mass of the solution. There are two components, benzene and CCl4, 122 and 22. Therefore, the total mass will be 122 plus 22, that is 144 gram into 100%. നമ്മുടെ കാൽക്കുലേറ്റർ നമ്മൾ ചെയ്യുന്ന സമയത്ത് you get the value, that is 15.3%. Okay. Then second one, mass percentage of CCl4, carbon tetrachloride. It can be calculated by the similar way. That is, the mass of the CCl4 should be in the numerator, that is 122 gram, divided by total mass, that is 144 gram into 100%. This is very simple question. ഓക്കെ, പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടോട്ടൽ 100% ഉണ്ടാകുക. അപ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് 84.7%. കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോൾ ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ്. മോൾ ഫ്രാക്ഷൻ അല്ലേ, സെക്കൻഡ് കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഖൈ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ്. മോൾ ഫ്രാക്ഷൻ്റെ ഡെഫിനേഷൻ, ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കോമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഏതൊരു കോമ്പോണൻ്റെയും മോൾ ഫ്രാക്ഷൻ കിട്ടാൻ, ഖൈ എ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓക്കെ, ഖൈ ബി കിട്ടാൻ ചെയ്യുന്നത് ഖൈ ബി ഇസ് ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA plus NB. NA is the number of moles of one component, NB is the number of moles of second component. അടിയിൽ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം എന്താണ്? വീണ്ടും ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, നേരത്തെ ചെയ്ത ആൾ തന്നെ. ബെൻസീൻ ഉണ്ട്, അതേപോലെ കാർബൺ ടെട്രാ ക്ലോറൈഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് benzene
calculate the mole fraction of benzene containing 30% of benzene in CCl4. What is the meaning? That 30%, that means the mass of the benzene will be 30 gram and the remaining will be 100% remaining, that is 70 gram will be the carbon tetrachloride. അപ്പോൾ ഇവിടെ നമ്മൾ 30 ഗ്രാം ബെൻസീൻ ഉണ്ട്, 70 ഗ്രാം കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ യു ഷുഡ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ ഫസ്റ്റ് ആൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് carbon tetrachloride also. Then in order to calculate, ഞാൻ ഈ ബെൻസീൻ ഞാൻ എ എന്നും ഇയാളെ ഞാൻ ബി എന്നും കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ എൻ എ ഈസ് ഈക്വൽ ടു, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വെയിറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് തന്നിട്ടുണ്ട് 30. എത്രയാണ് ബെൻസീൻ്റെ മോളാർ മാസ് വരിക? കാർബൺ 6 എണ്ണം ഉണ്ട്, ഹൈഡ്രജനും 6 എണ്ണം ഉണ്ട് അല്ലേ? 6 × 12 പ്ലസ് 6 ദാറ്റ് ഈസ് 78 കിട്ടും. 78. ഓക്കെ, അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എൻ ബി, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് ദാറ്റ് ഈസ് 70 ഡിവൈഡ് ബൈ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ മോളാർ മാസ് എത്രയായിരിക്കും? കാർബണിൻ്റെ മോളാർ മാസ് 12 ആണ്, അറ്റോമിക് മാസ് 12 ആണ്, ക്ലോറിൻ്റെത് 31.5 ആണ്. 31.5 4 എണ്ണം ഉണ്ട്, ദാറ്റ് ഈസ് 71 പ്ലസ് 71 ദാറ്റ് ഈസ് 142. 142 പ്ലസ് 12 ദാറ്റ് ഈസ് 154. ഇതിൻ്റെ വാല്യൂ 30/78, 70/154. ഇതിൻ്റെ വാല്യൂ കട്ടിയിട ഇതിൻ്റെ വാല്യൂ 0.38 ആണ് വരിക. ഇതിൻ്റെ വാല്യൂ 0.45 ആണ് വരിക. ഓക്കെ, 0.38, 0.45. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫസ്റ്റ് കോമ്പണൻറ്റ് കിട്ടി, നമ്പർ ഓഫ് മോൾസ് സെക്കൻഡ് കോമ്പണൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് കൈ എ കണ്ടുപിടിക്കാം. കൈ എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഫസ്റ്റ് കോമ്പണൻറ്റ് ദാറ്റ് ഈസ് 0.38 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ? ഇതിൻ്റെ രണ്ടിനും കൂടെ ടോട്ടൽ എടുത്താൽ എത്ര കിട്ടും? ദാറ്റ് ഈസ് 5 5 8 5 13, ബാക്കി 1 ഉണ്ടാവും, 1 4 5 5 3 8 അല്ലേ? 0.83 ദാറ്റ് ഈസ് 0.38, എൻ്റെ തലയിരിച്ച് 0.83 ആണ് വരുന്നത് അല്ലേ? 83. ഇവിടെ എന്താ വരിക? കൈ ബി ഇസ് ഈക്വൽ ടു അല്ലേ? രണ്ടാമത്തെ ആളുടെ മുകളിൽ വരണം, ദാറ്റ് ഈസ് 0.45 ഡിവൈഡ് ബൈ 0.83. ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.453 എന്നാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത്. 453. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 0.453 എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും വരിക? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ടോട്ടൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1 ആണ് ഉണ്ടാവുക. ടോട്ടൽ പെർസെൻറ്റേജ് 100 എന്ന് പറയുന്ന പോലെ ഒരു രണ്ടാളുള്ള ഒരു മിക്സ്ചറിൻ്റെ ടോട്ടൽ ഫ്രാക്ഷൻ 1 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് 0.453 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ആയിരിക്കും? അതിൻ്റെ ബാക്കി അല്ലേ? 1ലേക്ക് എത്താൻ എത്ര ബാക്കി? ബാക്കിയിട്ട് 7 അല്ലേ? ഇവിടെ 7 വേണം, ഇവിടെ എത്ര വേണം? ഇവിടെ 4 വേണം, ഇവിടെ എത്ര വേണം? 5.547. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് അല്ലേ? കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ? ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിത് ചെയ്ത്, ഇത് അറിയാമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, ഒന്നിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് രണ്ടിൻ്റെയും വാല്യൂ കിട്ടും. അപ്പോൾ രണ്ടിൻ്റെയും ബെൻസീൻ്റെയും അതേപോലെ കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെയും മോൾ ഫ്രാക്ഷൻ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻടെക്സ്റ്റിലെ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് calculate molarity of each of the following solution. A. ഒന്നാമത്തെ സൊല്യൂഷൻ 30 gram of CONO3 twice dot 6H2O in 4.3 liter. First question. Then B. 30 ml 0.5 molar H2SO4
H2SO4 is diluted to 500 ml. 500 ml. What is the molarity of this second one and what is the molarity of first one? That is the question. Molarity, what is molarity? Molarity is the number of moles of solute in 1 liter of the solution. Molarity in the equation, molarity M, capital letter M is equal to number of moles of solute whole divided by volume of solution in liter. അപ്പോൾ നമുക്ക് എന്തറിയണം? സൊല്യൂട്ട് ആരാണ്? ദിസ് ഈസ് ദ സൊല്യൂട്ട്. ആ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് അറിയണം, വെയിറ്റ് അറിയാം, നമ്പർ ഓഫ് മോൾസ് അറിയണം. നമ്പർ ഓഫ് മോൾസ് അറിയണമെങ്കിൽ മോളാർ മാസ് കണ്ടുപിടിക്കണം. മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കൊബാൾട്ടിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 59 ആണ്, പ്ലസ് 14 അല്ലേ, പിന്നെ ഇയാളത് 16 അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 3 6 18 30 48 48 10 58 62 3 62 പ്ലസ് 6H2 എന്ന് പറയുമ്പം 108 വരും അല്ലേ, 108. 6H2 എന്ന് പറയുമ്പം 6 10 60 6 8 48 അപ്പം നമുക്ക് 108 കിട്ടും. 108 ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ യു ഗെറ്റ് 291. അപ്പോൾ നമ്പർ മോൾസ് നമുക്ക് കിട്ടണം, ഇയാളുടെ നമ്പർ മോൾസ് കിട്ടണം. അപ്പോൾ നമ്പർ മോൾസ് കിട്ടാൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 30/291 അല്ലേ. ഇത് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു എന്താ വരിക? 300/291. 300 ആണ് 1 അല്ലേ. 30 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് 0.1 എന്നുള്ള വാല്യൂ കിട്ടും. 0.1 അല്ലേ, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 0.12 സംതിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 0.1 എടുക്കാം. 0.1 അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടി അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഇവിടെ കൊടുക്കാം. നമ്പർ ഓഫ് മോൾസ് ദാറ്റ് ഈസ് ഈക്വൽ 0.1 ഡിവൈഡ് ബൈ വോളിയം അല്ലേ. വോളിയം തന്നിട്ടുണ്ട് 4.3 ലിറ്റർ എന്നാണ്. ഇറ്റ് ഈസ് 4.3 ലിറ്റർ. യു ഗെറ്റ് ഓൾമോസ്റ്റ് 0.023 മോൾ പെർ ലിറ്റർ എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ബി. ദാറ്റ് ഈസ് 30 ml 0.5 molar H2SO4 is diluted to 500 ml. That means the given in question given that V1 is given volume and molarity M1 is also given. First time the solution has V1 volume and M1 molarity and it is diluted. You get the volume is changed into V2 but don't have M2, it should be calculated. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു വാല്യൂസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. M1 V1 ഈസ് ഈക്വൽ ടു M2 V2 ഡൈലൂഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. M1 V1 അറിയാം, എന്തും അറിയാം, V2 അറിയാം. അങ്ങനെയാണെങ്കിൽ M2 കണ്ടുപിടിക്കാം. M2 ഈസ് ഈക്വൽ ടു M1 V1 ബൈ V2. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. നമുക്ക് മൊളാരിറ്റി ഓഫ് ഫസ്റ്റ് സൊല്യൂഷൻ ദാറ്റ് ഈസ് 0.5 molar. 0.5 molar. ദ വോളിയം ഷുഡ് ബി ഇൻ ലിറ്റർ, ഇറ്റ് ഈസ് ഇൻ ml. 30 ml എന്ന് പറയുന്നത് 0.03 ലിറ്റർ ആണ്. 03 ലിറ്റർ. ഓക്കെ, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോളിയം ഓഫ് ദ സെക്കൻഡ് ദാറ്റ് ഈസ് V2 എന്ന് പറയുന്നത് 500 ml ദാറ്റ് ഈസ് 0.5 ലിറ്റർ. 0.5 ലിറ്റർ. അപ്പോൾ ഈ 0.5 കട്ട് ചെയ്യും അല്ലേ, ലിറ്ററും കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസർ ഈസ് 0.03 അല്ലേ. മൊളാരിറ്റിയാണ്, അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോളാർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻടെക്സ്റ്റിലെ 3 ചോദ്യങ്ങളാണ്, 3 പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. 5 പ്രോബ്ലംസ് ആണുള്ളത് ഈ ഏരിയയിൽ. 2 നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലിടാം. അത് ഞാൻ ആൻസർ പിന്നീട് നിങ്ങൾക്ക്
പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രോബ്ലമാണ് ഇൻടെക്സ്റ്റ് പ്രോബ്ലം 3 ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ എല്ലാ സൊല്യൂഷനെ കുറിച്ചും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ് സൊല്യൂഷനുകളെ കുറിച്ചാണ്. ലിക്വിഡ് സൊല്യൂഷൻസ് എന്താണ്? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനിൽ സോൾവെൻറ്റ് ലിക്വിഡായി വരുന്ന എല്ലാ സൊല്യൂഷനുകളെയും നമുക്ക് ലിക്വിഡ് സൊല്യൂഷൻസ് വിളിക്കാം. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് ഏതൊക്കെ ഉണ്ടാവാം? ലിക്വിഡ് സൊല്യൂഷൻസിൽ എന്തുണ്ടാവാം? സോളിഡ് ഇൻ ലിക്വിഡ്, സോളിഡായുള്ള ഷുഗറൊക്കെ ലിക്വിഡായുള്ള വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന അത്തരം സൊല്യൂഷൻ, സോളിഡായിട്ടുള്ള ആൾക്കാർ. അതേപോലെ ലിക്വിഡ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, ദെൻ അടുത്തത് ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ സോൾവെൻറ്റ് ലിക്വിഡ്സ് ആണ് അല്ലേ? അതുകൊണ്ട് ഇത്തരം സൊല്യൂഷനുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷനുകളെ കുറിച്ചാണ് നമ്മൾ പറയാനുള്ളത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, അവരെക്കുറിച്ച് എന്താ നമ്മൾ പറയാനുള്ളത്? സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ സോലിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, സോളിഡ് ഇൻ ലിക്വിഡിൽ നമ്മൾ പറയുന്നത് സോലിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഈ സോലിബിലിറ്റി പറയുന്നത്? സോലിബിലിറ്റി അല്ലേ? സോലിബിലിറ്റി, മലയാള ലേയത്വം എന്നൊക്കെ നമുക്ക് പറയാം. സോലിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന എസ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോലിബിലിറ്റി പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോലിബിലിറ്റി എന്ന് പറയുന്നത് ലേയത്വം. ഒരു സോൾവെൻറ്റിൽ ഒരു സൊല്യൂട്ട് എത്രത്തോളം ഡിസോൾവ് ചെയ്യും. സോലിബിലിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ സോലിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ഒരു സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും നേച്ചറിനനുസരിച്ച്. സപ്പോസ് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ആൾ വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. എന്നാൽ വാക്സ് വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യൂല. ഇതിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്? അവിടെ വാട്ടർ സെയിം ആണ്, എന്നാൽ സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ നന്നായി ഡിസോൾവ് ചെയ്യുന്നു, വാക്സ് ആകുന്ന സമയത്ത് ഡിസോൾവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു പോളാർ ആയിട്ടുള്ള ആളാണ്, അയണിക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പോളാർ ആയിട്ടുള്ള ആൾ, പോളാർ ഇവിടെ ഉണ്ടല്ലേ, H2O ഓക്സിജൻ്റെ മുകളിൽ മൈനസ് ഉണ്ട്, ഹൈഡ്രജൻ്റെ മുകളിൽ പ്ലസ്സും ഉണ്ട് അല്ലേ? അതുകൊണ്ട് പോളാർ ആയിട്ടുള്ള ആൾ പോളാറിൽ ഡിസോൾവ് ചെയ്യും, എന്നാൽ നോൺ പോളാർ ആയിട്ടുള്ള ആൾ പോളാറിൽ ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ നമുക്കറിയാം വാക്സ് എന്തിൽ ഡിസോൾവ് ചെയ്യും? വാക്സ് നന്നായിട്ട് പെട്രോളിൽ ഡിസോൾവ് ചെയ്യും, അല്ലെങ്കിൽ മണ്ണെണ്ണയിൽ ഡിസോൾവ് ചെയ്യും. അതേസമയത്ത് സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യില്ല? പെട്രോളിൽ ഡിസോൾവ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ സോൾവെൻറ്റ് മാറ്റിയാലും സോലിബിലിറ്റി മാറും, അതേപോലെ സൊല്യൂട്ട് മാറ്റിയാലും സോലിബിലിറ്റി മാറും. ഇവിടെ നമുക്ക് പറയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്നാണ്. ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. ഓക്കെ, ഒരേപോലുള്ള ആൾ ഡിസോൾവ് ചെയ്യും. പോളാർ സോൾവെൻറ്റ് സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെൻറ്റ് ആൻഡ് നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡ് പോളാറാണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. സോഡിയം ക്ലോറൈഡ് പോളാറാണ്, പെട്രോൾ നോൺ പോളാർ ആയതുകൊണ്ട് അതിൽ ഡിസോൾവ് ചെയ്യൂല. വാക്സ് നോൺ പോളാറാണ്, നോൺ പോളാർ ആയാലും പെട്രോളിൽ ഡിസോൾവ് ചെയ്യും, എന്നാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യൂല. അപ്പോൾ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണ് സോലിബിലിറ്റിനെ തീരുമാനിക്കുന്ന മറ്റൊരു കാര്യം? നമുക്കറിയാം ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഡിസോൾവ് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേര് ഡിസൊല്യൂഷൻ എന്നാണ് വിളിക്കുക. ഡിസൊല്യൂഷൻ അല്ലേ? ഡിസൊല്യൂഷൻ. ഒരു സോളിഡ് സൊല്യൂഷൻ ഉണ്ടായി വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് 2 തരമുണ്ട്. ഡിസൊല്യൂഷൻ 2 തരത്തിലുണ്ട്. ഡിസൊല്യൂഷൻ നമ്മൾ തെർമോഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ 2 തരമുണ്ട്. ഒന്ന് ഡിസൊല്യൂഷൻ എക്സോതെർമിക് എന്ന് പറയുക, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിട്ടുള്ള എക്സോതെർമിക് പ്രോസസ്സ് ഉണ്ട്. അതേസമയത്ത് ഡിസൊല്യൂഷൻ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആവാം. അതിനെ നമ്മൾ എന്ത് വിളിക്കും? എൻഡോതെർമിക് അല്ലെ? താപമോചക പ്രവർത്തനവും താപശോഷക പ്രവർത്തനവും. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ ഒരു എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ, ഇഫ് ദ ഡിസൊല്യൂഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്, ഒരു വസ്തു ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുമ്പം ഹീറ്റ് പുറത്ത് തരുന്ന ഇത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു വസ്തു
മറ്റൊരു വസ്തുവിൽ ഡിസോൾവ് ചെയ്യുന്ന മറ്റൊരു സോൾവെൻറ്റിൽ ഒരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പുറത്ത് തരികയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക്. ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ്. ഓക്കെ, അത്തരം സ്ഥലത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ അല്ലേ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ സോലുബിലിറ്റി കുറയും. That means if the dissolution is an exothermic process, by increasing temperature solubility decreases. Suppose dissolution is an endothermic process. Endothermic ആണെന്ന് വിചാരിക്കാം, താപ ശോഷക പ്രവർത്തനമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലുബിലിറ്റി കൂടും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അല്ലേ, സോലുബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നെന്താണ്? ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്, ദാറ്റ് ഈസ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. രണ്ടാമത്തെ എന്താണ്? ടെമ്പറേച്ചർ. പ്രഷറിന് പ്രത്യേകിച്ച് ഇത്തരം സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ പ്രഷറിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇയാളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആൾ വിട്ട് മൂന്നാമത്തെ ആളെ നോക്കാം. രണ്ടാമത്തെ ആളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മൂന്നാമത്തെ ആൾ, ഇയാളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ആളെ നോക്കാം അല്ലേ. മൂന്നാമത്തെ ആൾ ആരാണ്? ദാറ്റ് ഈസ് ആൾസോ ലിക്വിഡ് സൊല്യൂഷൻ. എങ്ങനെയുള്ള ലിക്വിഡാണ്? ദാറ്റ് ഈസ് എന്താണ്? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇത്തരം സൊല്യൂഷൻ എക്സാമ്പിൾ ഏതാണ്? നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം അല്ലേ, നമ്മൾ കുടിക്കുന്ന സോഡ, പെപ്സി, 7up, ഇതിലൊക്കെ നമുക്കറിയാം ഒരു സോൾവെൻറ്റിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. കുറഞ്ഞ അളവിൽ നമ്മളെ വെള്ളത്തിലൊക്കെ ഓക്സിജൻ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഡിസോൾവ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ബൈ ദ അക്വാട്ടിക് സ്പീഷീസ്. ഓക്കെ, അപ്പം ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറയുന്ന സൊല്യൂട്ട് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നതാണ് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, അവിടെ നമുക്ക് അറിയാവുന്ന കാര്യം സോഡ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് അല്ലേ. സോഡ നമ്മൾ എടുക്കാം, സോഡ അല്ലേ. സോഡ എന്ന് പറയുന്നത് എന്താണ്? സോൾവെൻറ്റ് വെള്ളമാണ്. സോഡ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യണം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? പ്രഷർ കൊടുത്തുകൊണ്ടാണ്. എന്നാൽ പ്രഷർ കൊടുക്കാൻ എന്ത് ചെയ്യണം? ഒരു പിസ്റ്റൺ വെക്കണം, ഫ്രീലി മൂവബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പോകുന്ന പിസ്റ്റൺ. പിസ്റ്റണിൻ്റെയും വെള്ളത്തിൻ്റെ ഇടയിൽ എന്ത് കൊടുക്കണം? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നോർമൽ 1 atm പ്രഷറിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചൊക്കെ ഇതിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഇനി പ്രഷർ കൂട്ടിയാലോ? പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഇതേ പാത്രം തന്നെ, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതേ പാത്രം, ഇതേ അളവ് സോൾവെൻ്റ് ഉണ്ട്, നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. പിസ്റ്റണിൻ്റെ പ്രഷർ കൂട്ടുമ്പോൾ പിസ്റ്റൺ ഉള്ളോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കംപ്രസ് ചെയ്യപ്പെടും. മോർ കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി ഡിസോൾവ്ഡ് ഇൻ സോൾവെൻറ്റ്. ഓക്കെ, അപ്പം എന്ത് സംഭവിച്ചു? ബൈ അപ്ലൈയിങ് പ്രഷർ സോലുബിലിറ്റി ഇൻക്രീസസ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഈ നിയമത്തിൻ്റെ പേരാണ് ഹെൻറീസ് ലോ. എന്താ ഹെൻറീസ് ലോ പറയുന്നത്? ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഇയർ നമ്മളിങ്ങനെ പഠിച്ച് ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when pressure is increases, the mass of the gas get dissolved in a solution is increased. That is നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച P is directly proportional to M എന്നാണ്. പ്രഷർ കൂട്ടിയാൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ മാസ് കൂടും. ഓക്കെ, നോർമലി മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം നമ്മളത് മാറ്റി പഠിക്കാൻ പോവാണ്. നമ്മൾ വേറൊരു ഡെഫിനിഷൻ പഠിക്കാൻ പോവാണ്. എന്താ ഡെഫിനിഷൻ? ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the mole fraction of the gas dissolved in a solution is directly proportional to partial pressure of the gas over the solution. സൊല്യൂഷൻ്റെ മുകളിലുള്ള ആളുടെ പ്രഷർ, പാർഷ്യൽ പ്രഷറിന് അനുസരിച്ച് അല്ലേ. പ്രഷർ കുറവാണെങ്കിൽ കുറച്ച് ഡിസോൾവ് ചെയ്യും. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾ ഇതിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താ ഡെഫിനിഷൻ? Henry's law states that mole fraction of a solute in a solution is directly proportional to the partial pressure over the solution at a constant temperature. അപ്പോൾ നമുക്ക് ഹെൻറീസ് ലോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. അപ്പോൾ ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P is directly proportional to chi. പ്രഷർ കൂട്ടുമ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടും അല്ലേ. പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുമെന്നാണ്. P is directly proportional to chi.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് ഈക്വൽ ആക്കുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് പി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്ന് എഴുതാം. കെ എച്ച് ഇൻറ്റു കൈ. ഓക്കെ, എന്താണ് കെ എച്ച്? കെ എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കെ എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇറ്റ്സ് വാല്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. എന്ന് പറയാം, ടെമ്പറേച്ചർ കൂടിയാൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കൂടും. ഓക്കെ, അപ്പം പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ, where P is the pressure applied or partial pressure of the gas and chi is the mole fraction. P is directly proportional to mole fraction. P is equal to kh into chi, where kh is called Henry's law constant. Okay, ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞത് മേക്കിംഗ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർ മേക്കിംഗ് ഓഫ് സോഡ. ഓക്കെ, രണ്ടാമത്തത് ഇത് അപ്ലൈ ചെയ്യുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത്, ഓക്കെ, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കടലിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന, അല്ലേ? പുഴയിലൊക്കെ ആരെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പുഴയുടെ അടിയിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയിട്ട് അവരെ കണ്ടെത്തുന്ന ആൾക്കാരാണ് സ്ക്യൂബ ഡൈവേഴ്സ്. അപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് അവരുടെ ശരീരത്തിൽ അവർ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ ഓക്സിജൻ സിലിണ്ടറുകൾ അവർ പുറത്ത് വെക്കാറുണ്ട്. ആ ഓക്സിജൻ സിലിണ്ടർ കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. അപ്പോൾ അവർ ഇൻഹേൽ ചെയ്ത എയറിൽ ഓക്സിജനും ഉണ്ടാവും നൈട്രജനും ഉണ്ടാവും. അപ്പോൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രഷർ കൂടുമ്പം, അല്ലേ, കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും. അതുകൊണ്ട് പ്രഷർ കൂടുമ്പോൾ മോർ ഗ്യാസ് വിൽ ബി dissolved. Mole fraction increases, pressure increases, similarly mole fraction increases. അതുകൊണ്ട് പ്രഷർ അടിയിലേക്ക് പോകുമ്പോൾ കൂടുമ്പം ഇൻഹേൽ ചെയ്ത ഓക്സിജൻ സിലിണ്ടറിലുള്ള ഓക്സിജനും നമ്മളെ ബ്ലഡിൽ കൂടുതൽ ഡിസോൾവ് ചെയ്യും, അതേപോലെ നൈട്രജനും ഡിസോൾവ് ചെയ്യും. ഓക്കെ, ഓക്സിജൻ ആര് യൂസ് ചെയ്തു പോകും? നമ്മളെ സെൽസ് ഉപയോഗിച്ച് പോകും. ഓക്കെ, റെസ്പിറേഷന് വേണ്ടി സെൽ ഉപയോഗിക്കും. എന്നാൽ നൈട്രജൻ അവിടെ കിടക്കും. തിരിച്ച് മേലോട്ട് പോരുമ്പോൾ, അല്ലേ, കടലിൻ്റെ അടിയിൽ നിന്ന് മേലോട്ട് പോരുന്ന സമയത്ത് കടലിൻ്റെ അടിയിൽ ഒരു സ്ക്യൂബ ഡൈവർ മേലോട്ട് പൊങ്ങുന്ന സമയത്ത് താഴ്ത്തുമ്പോൾ പ്രഷർ കൂടും, കൂടുതൽ നൈട്രജൻ ഡിസോൾവ് ചെയ്യും. ഇനി മേലോട്ട് പൊങ്ങുന്ന സമയത്ത് പ്രഷർ കുറയും. അപ്പോൾ ഡിസോൾവ് ചെയ്ത നൈട്രജൻ ബബിൾസ് ആയിട്ട് ബ്ലഡിൽ ഫോം ചെയ്യാൻ തുടങ്ങും. നമ്മൾ വെയിൻസിൽ എവിടെയൊക്കെ ബ്ലഡ് ഉണ്ടോ അവിടെയൊക്കെ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? എല്ലായിടത്തും ഒരു വേദന ഫീൽ ചെയ്യും. ഓക്സിജൻ ആരും ഉപയോഗിച്ച് പോയിട്ടുണ്ട്? നമ്മളെ സെൽസ് ഉപയോഗിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്ക്യൂബ ഡൈവേഴ്സിന് അങ്ങനെ സംഭവിക്കാൻ കാരണം ഹെൻറീസ് ലോ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഓവർകം ചെയ്യാൻ എന്താ ചെയ്യുക? നൈട്രജൻ എന്ന് പറയുന്നത്, അല്ലേ, N2 ആണ്. N2ന് 28 ആണ് മോളാർ മാസ്. വലിയ ആളായതുകൊണ്ട് നമ്മളെ വെയിൻസിൻ്റെ കാപ്പിലറിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. എന്നാൽ അതിന് പകരം നൈട്രജന് പകരം ആരെ ഉപയോഗിക്കാം? നമ്മുടെ ഓക്സിജൻ സിലിണ്ടറിൽ നമുക്ക് ചെറിയ ഹീലിയത്തെ ഉപയോഗിക്കാം. ഓക്സിജനെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി ഹീലിയത്തെയാണ് നമ്മൾ എന്തിൽ നിറയ്ക്കാറുള്ളത്? ഓക്സിജൻ സിലിണ്ടറിൽ നിറയ്ക്കാറുള്ളത്. അതുകൊണ്ട് ഹീലിയത്തെ നമ്മൾ ഡൈലൂയൻസ് എന്നാണ് വിളിക്കുക. ഡൈലൂയൻറ്റ്. അപ്പം നമുക്ക് പറഞ്ഞു, ഒന്ന്, അല്ലേ, ഇപ്പോൾ ഹെൻറീസ് ലോൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോഡ ഉണ്ടാക്കുന്നിടത്ത്, അല്ലേ, പ്രഷർ കൂട്ടിയാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യും. അപ്പോൾ നല്ല സോഡ കിട്ടും, അല്ലേ, നല്ല ക്വാളിറ്റിയുള്ള സോഡ കിട്ടും, അല്ലെ ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ഡ്രിങ്ക് കിട്ടും. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ കൂടുതൽ ഗ്യാസ് ഡിസോൾവ് ചെയ്യും എന്നുള്ളത് ഏത് തിയറിയാണ് അപ്ലൈ ചെയ്തത്? ഹെൻറീസ് ലോ. അതേപോലെ സ്ക്യൂബ ഡൈവേഴ്സ് എന്തിനാണ് അവരുടെ ഓക്സിജൻ സിലിണ്ടറിൽ ഹീലിയം നിറയ്ക്കുന്നത്? in order to overcome the painful effect. ഓക്കെ, അപ്പം ആ ഒരു കാര്യത്തെ, ആ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പെയിൻഫുൾ എഫക്റ്റ് ഉണ്ടാവുന്ന, സ്ക്യൂബ ഡൈവേഴ്സിൽ ഉണ്ടാകുന്ന പെയിൻഫുൾ എഫക്റ്റ് ഉണ്ടാവുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസ്. ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ബെൻസ് വി ക്യാൻ യൂസ് ഹെൻറീസ് ലോ. ഓക്കെ, മറ്റൊന്ന് മൂന്നാമത്തത്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷൻ. രണ്ടാമത്തത് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ബെൻസ്. മൂന്നാമത്തത് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ അനോക്സിയ.
അനോക്സിയ. ഓക്കെ, എന്താ അനോക്സിയ എന്ന് പറയുന്നത്? നമ്മൾ ഒരു മലൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലേ, ഒരു മലൻ്റെ മുകളിലേക്ക് പോവുകയാണ് ഒരു മൗണ്ടൻ ക്ലൈംബർ. അയാൾ മലൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് താഴെ പ്രഷർ കൂടുതലാണ്, അപ്പം എയറിൽ കൂടുതൽ അളവ് ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ അയാൾ കുറച്ച് ഇൻഹേൽ ചെയ്താൽ മതി, ഒരു പെർ മിനിറ്റ് ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ അളവ് കുറവ് മതി. നമ്മൾ അതേപോലെ മലൻ്റെ മുകളിലെത്തിയാലോ, മലൻ്റെ മുകളിലെത്തിയ സമയത്ത് അവിടെ പ്രഷർ കുറവാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ പ്രഷർ കുറവാണെങ്കിൽ അവിടെ ഓക്സിജൻ്റെ കൈ നിറ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ താഴ്ന്ന് ഒരു മിനിറ്റിൽ നമ്മൾ 2 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം നമ്മൾ ഇൻഹേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മേലെത്തുമ്പോൾ എന്ത് ചെയ്യേണ്ട, ആ 5 പ്രാവശ്യം ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ ഓക്സിജൻ കിട്ടാതാകുന്ന സമയത്ത് ആദ്യം നമ്മുടെ തലച്ചോറിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു തലകറക്കം ഫീൽ ചെയ്യും. അത് ആ ഒരു അവസ്ഥയെ മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. മൗണ്ടൻ ക്ലൈംബേഴ്സിന് ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അനോക്സിയ. സ്കൂബ ഡൈവേഴ്സിന് ഉണ്ടാകുന്നതാണ് ബെൻസ്. ഈ അനോക്സിയ എന്ന് പറയുന്ന സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ഏത് ഉപയോഗിക്കാം, ഹെൻറീസ് ലോ ഉപയോഗിക്കാം. അപ്പോൾ ഹെൻറീസ് ലോ എന്ന് പറയുന്നത് പ്രഷർ കുറവുള്ളിടത്ത് ഓക്സിജൻ്റെ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പ്രഷർ കൂടുതലുള്ളിടത്ത് ഒരു യൂണിറ്റ് സ്ഥലത്തുള്ള ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് കൂടുതൽ ഓക്സിജൻ കിട്ടും, മേലെത്തുമ്പോൾ ഓക്സിജൻ കുറയും. ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫങ്ഷനിങ് നടക്കില്ല. ആദ്യം നടക്കാതെ തലച്ചോറിൻ്റെ ഫങ്ഷനിങ് ആണ്. അപ്പോൾ നമുക്ക് തലമിന്നലുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഴാനുള്ള ഫെയിൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു, ലിക്വിഡ് സൊല്യൂഷൻ്റെ സോലുബിലിറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനെ തീരുമാനിക്കുന്ന 2 ഫാക്ടറുകളാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നതും മറ്റൊന്ന് ടെമ്പറേച്ചറും. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൻറീസ് ലോ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് സോഡ മേക്കിംഗ്, മറ്റൊന്ന് ബെൻസ്, മൂന്നാമത്തത് അനോക്സിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കവിടെ വൈറ്റപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.